ഒരു വർഷത്തോളം വീട്ടുകാർ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അമ്മ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും വെളിച്ചെണ്ണയിലാണോ ചെയ്യുന്നത്? അതെ അതെ, വെളിച്ചെണ്ണ മാത്രമേ ചെയ്യത്തുള്ളൂ. വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധനം കുറഞ്ഞ ദിവസങ്ങളാണ് അല്ലെ? ഒരുപാട് ദിവസം ഇരിക്കത്തില്ല വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം വാങ്ങിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും എടുക്കാം. എനിക്ക് ക്ഷേത്രത്തിലെ ജോലി ഉണ്ടായിരുന്നു. അത് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പം പിന്നെ സമയം പോകണ്ടേ, വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അഭിപ്രായമായി നാട്ടില്. അന്നേരം മോനെ ജോലി ഉണ്ടായിരുന്നു, ഫാർമയിലെ ജോലിയായിരുന്നു. അപ്പൊ മോനെ ജോലി വിട്ടിട്ട് മോനും കൂടെ വന്നു. അമ്മ ഇതെന്താണ് ചെയ്യുന്നത്? അത് കപ്പയാണ്. കപ്പ എന്ന് പറയുമ്പോൾ കപ്പ അരിഞ്ഞ് കഴുകി അത് അരച്ചെടുത്തിട്ട് എള്ള്, പിന്നെ അയമോദകം, ഉപ്പ്, മഞ്ഞപ്പൊടി, കായം സാധനം ചേർക്കും. ഇത് കൊറേ നാൾ ഇരിക്കും ഇത്? എത്ര വർഷം വേണേലും ഇരിക്കും. ഉണങ്ങി വെച്ചാല് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഉപയോഗിക്കാം. നമ്മുടെ ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു ഐറ്റം ചെയ്യുന്നത്? മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ഐറ്റം ചെയ്യുന്നത്. അതിന്റെ പേരാണെന്തോ കപ്പപ്പപ്പടം എന്നാ പറയുന്നത്. കപ്പപ്പപ്പടം, കൊണ്ടാട്ടം എന്ന് പറയാം. ചേട്ടൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതിപ്പോ ചേമ്പ് വറുത്തത് ചീമച്ചേമ്പെന്ന് പറയും. ചീമച്ചേമ്പ്. അതെ, അങ്ങനെ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലേ? അതെ, അതായത് ഒരുപാട് പേര് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മാർക്കറ്റില്. പക്ഷെ നമ്മളെ ഒരു ഫേമസ് ഒരു ഐറ്റം ആണ്, ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ആണ്. അപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതുപോലെ കുറച്ച് വെറൈറ്റികൾ ചെയ്യുന്നുണ്ടോ? അതെ, വെറൈറ്റീസ് രണ്ടു മൂന്ന്. ഈ നമ്മൾ ട്രഡീഷണൽ സാധനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങളോ ബേക്കറി ഐറ്റംസോ ഒന്നും ചെയ്യുന്നില്ല. അതായത് അവല് വിളയിച്ചത്, ഈ ദോശപ്പൊടി ആണെങ്കിൽ മുമ്പേ അമ്മയടുത്ത് ചോദിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം 9-10 ധാന്യങ്ങൾ ചേരുന്നതാണ്. അത് ഏതൊക്കെ ധാന്യങ്ങളാണ് വരുന്നത് ചേട്ടാ? ചെറുപയർ പരിപ്പ് വരും, പിന്നെ പരിപ്പ് വരും, കടലപ്പരിപ്പ് വരും, ഒട്ടുകടല വരും, തൊമര വരും, ഉഴുന്ന് വരും. അങ്ങനെ കുറെ ധാന്യങ്ങൾ നമുക്ക് ഗുണകരമാണ്. അതിന്റെ കൂടെ രാവിലെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ചാലിച്ചാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അത് തന്നെ ഇപ്പൊ അമേരിക്കയിലൊക്കെ പച്ച വെളിച്ചെണ്ണ കഴിക്കുന്നത് അൽഷിമേഴ്സ് മാറാൻ. ഇതൊക്കെ നമ്മുടെ പണ്ട് പൂർവികര് ചെയ്തു വെച്ചിരുന്ന കുറച്ച് നല്ല ട്രഡീഷണൽ ഫുഡുകളാണ്. ക്വാളിറ്റിയെ പറ്റി പറയാൻ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്റെ കുട്ടികളാണ് ആദ്യം വന്ന് ഇതെല്ലാം എടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. അവർക്കിപ്പോ ഹോട്ടായിട്ടുള്ള അവർ കഴിക്കത്തുള്ളൂ. അവര് വറുത്തോണ്ടിരിക്കുന്നത് വന്ന് കഴിച്ചിട്ട് അച്ഛ ഉപ്പ് കൂടുതലാന്ന് അവരാ പറയുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യണം, അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച് ചെയ്യണമെന്ന് അത് അമ്മയ്ക്കൊരു ഇതുണ്ടല്ലേ, അങ്ങനെ ചെയ്യണമെന്നുണ്ട്. വറുത്ത പൊടികളൊക്കെ ഞങ്ങള് പല പ്രാവശ്യം വാങ്ങിച്ചു നോക്കുമ്പോഴും ഞങ്ങളുടെ കൂട്ട് ചേരത്തില്ല. കാരണം പല പ്രാവശ്യം വരുന്നത് പലതരത്തിലുള്ള പൊടികളാണ്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് 200 ഗ്രാം വെള്ളം